മനസ്സിൽ ഈമാനുണ്ട്, പുറത്തു പ്രകടിപ്പിക്കാത്ത ഉമ്മയാണെന്ന്. ആ ഉമ്മുൽ ഫദ്ൽ ബീവി കഅബാലയത്തിന്റെ ചാരത്ത് വെച്ച് ചെറിയ മകനെ ഇങ്ങനെ ക്രൂരമായി ആജാനുബാഹുവായ അബൂ ലഹബ് ക്രൂരമായി ആക്രമിക്കുന്നത് കണ്ടപ്പോൾ സഹികെട്ടിട്ട് ഒരു വറകും കൊള്ളി എടുത്തിട്ട് അബൂ ലഹബിനെ നന്നായി അങ്ങ് പ്രഹരിച്ചു. അബൂ ലഹബിനെ ഉമ്മുൽ ഫദ്ൽ ബീവി കിട്ടിയ വറകും കൊള്ളി ഇട്ടിട്ട് നന്നായി അവിടെ വെച്ച് ഒന്നാണ് കൈകാര്യം ചെയ്യുകയാണ്. ചരിത്രം പറയുന്നുണ്ട്, അന്ന് അബൂ ലഹബിന്റെ ശരീരത്തിൽ ഉമ്മുൽ ഫദ്ൽ ബീവിയിൽ നിന്ന് അടികൊണ്ടപ്പോൾ ആ അബൂ ലഹബിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവുകയാണ്. ആ മുറിവുകൾ പിന്നീട് വ്രണങ്ങളായി ദുർഗന്ധം വമിക്കുന്ന വൃത്തികെട്ട മുറിവുകളും അപകടങ്ങളുള്ള രോഗങ്ങളുമായി മാറുകയാണ്. അങ്ങനെ മാറിയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ആ ഒരു കാര്യം അബൂ ലഹബിന് ആഗതമാവുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബിലുൻ മിൻ മസ്ദ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂ ലഹബ് ഒരിക്കൽ നിന്ദിച്ചിട്ടുണ്ട്. അബൂ ലഹബ് അല്ലാഹുവിന്റെ ഹബീബിനെ ഒന്ന് അവഹേളിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രായപൂർത്തിയായ ആൺകുട്ടികളില്ല. തന്റെ പിൻഗാമിയായി വാഴിക്കാനും തന്റെ പിൻഗാമിയായി സ്ഥാപിക്കാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ആൺകുട്ടിയില്ല. അന്നത്തെ കൗമ് ആൺകുട്ടികൾക്ക് അമിത പ്രാധാന്യവും പെൺകുട്ടികൾക്ക് അവഗണനയും കൊടുത്തൊരു കാലം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ഉള്ളൂ. അവിടത്തേക്ക് പ്രായപൂർത്തിയായ ആൺകുട്ടികളെ ജീവിച്ചിരിപ്പില്ല. അതിന്റെ പേരിൽ അബൂ ലഹബ് അവഹേളിക്കുകയാണ്, അബുത്തർ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. പിൻതലമുറയില്ലാത്ത ബറക്കത്തില്ലാത്ത ആളെന്ന് പറഞ്ഞ് അബൂ ലഹബ് ഹബീബ് തങ്ങളെ ആക്ഷേപിച്ചപ്പോൾ അല്ലാഹു മറുപടി പറയുകയാണ്, നബിയേ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂ ലഹബിന് അല്ലാഹു മക്കളെ കൊടുത്തിട്ടുണ്ട്. ആരോഗ്യമുള്ള രണ്ട് ചെറുപ്പക്കാരായ മക്കൾ അബൂ ലഹബിനുണ്ട്. അതുപോലെ സമ്പത്ത് അബൂ ലഹബിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷേ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, ആ മുതല് അബൂ ലഹബിന് ഉപകരിക്കൂല. ആ സന്താനങ്ങൾ അബൂ ലഹബിന് ഉപകാരപ്പെടൂല. ചരിത്രം പറയാണ്, അന്ന് അബൂ ലഹബിന്റെ ഉമ്മുൽ ഫദ്ൽ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് അബൂ ലഹബ് കൊണ്ട അടി കാരണം അബൂ ലഹബിന്റെ ശരീരത്തിൽ ഉണ്ടായ വർണ്ണങ്ങൾ വൃത്തികേടുകളായി ദുർഗന്ധങ്ങളായി അവസാനം അബൂ ലഹബ് വീട്ടിൽ അവശനായി കിടന്ന് അങ്ങനെ ആരാരുമില്ലാതെ